ഹായ്. ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നവർ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അവിടെ ഒരുപാട് ടാർഗറ്റാണ്, അവിടുത്തെ വർക്കേഴ്സുകൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല, അവിടെ ടൈം പറ്റില്ല, സാലറി പറ്റില്ല. ഇന്റർവ്യൂവിന് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് ഒരുപാട് എക്സ്ക്യൂസുകൾ അവരോടും പറയാറുണ്ടാവും. അവർ എന്ത് ചെയ്യും, ആ കമ്പനിയോടോ അല്ല സുഹൃത്തുക്കളോടോ പറയാറുണ്ടാവും. അതെന്തായിരിക്കും അതിൻ്റെ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിള്, നമ്മളൊരു ചെടി നന്നായി വളർന്നുകൊണ്ട് ചെടി എടുത്ത് വേറൊരു സ്ഥലത്ത് നടുമ്പോൾ ആദ്യം ആ ചെടി ഒന്ന് വാടും. എന്തുകൊണ്ടാണ്? ആ ചെടി ആ ക്ലൈമറ്റുമായിട്ടും ആ ഒരു പരിസ്ഥിതിയുമായിട്ടും ആ മണ്ണുമായിട്ടും ഒന്ന് സെറ്റ് ആകണം. അപ്പൊ അത് എല്ലാ പ്രപഞ്ചത്തിലും ഒരു നിയമമാണ്. നമ്മൾ സെറ്റ് ആവാൻ ടൈം എടുക്കും, കൂൾ ഓഫ് ടൈം എടുക്കും. ഈ ടൈമിലാണ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയുന്നത്. ഈ എക്സ്ക്യൂസുകളാണ് നമ്മൾ നേരത്തെ കേട്ടത്. അപ്പൊ ആ ടൈം എന്ന് പറയുമ്പോൾ സെറ്റായി വരാനുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമുക്ക് റിജക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കും, എക്സ്ക്യൂസുകൾ നമ്മൾ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഒരു ടാർഗറ്റ് കൂടുതലാണ്, ഇങ്ങനെ സംസാരിക്കുന്ന നിന്നെ കൊണ്ട് പറ്റത്തില്ല, വർക്കേഴ്സുകൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇസ് ടേക്ക് എ ടൈം. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവിടുത്തെ പരിസ്ഥിതിയായിട്ടും അവിടുത്തെ ക്ലൈമറ്റിക് ആയിട്ട് സെറ്റായി വരണം. അവിടുത്തെ വർക്കിംഗ് കൾച്ചറൊക്കെ സെറ്റായി വരാൻ ഒരു മിനിമം ഒരു 1 വീക്ക് 2 വീക്ക് എടുക്കും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക. ഇതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ പീരീഡാണ്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ ആ സ്ഥാപനം നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങും. നമ്മൾ നിരീക്ഷിക്കും, ആ സ്ഥാപനവും നിരീക്ഷിക്കും. നിങ്ങൾ കൃത്യസമയത്ത് വരുന്നുണ്ടോ, അതുപോലെ തന്നെ വർക്കിംഗ് കൾച്ചർ എങ്ങനെയുണ്ട്, നിങ്ങൾ ആ ഒരു വർക്കേഴ്സുമായിട്ട് എങ്ങനെ പെരുമാറുന്നുണ്ട്, ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് വളരെ ടൈം വരികയും നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും മാക്സിമം എനർജറ്റിക് ആയിട്ടും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മൾ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സീക്ക് ഹെൽപ്പാണ്. അപ്പം നമ്മൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോഴോ അവര് നമുക്കറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റാണ്. കാരണം എത്ര വലിയ സീനിയർ ആണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഒരു പുതിയ കമ്പനി വരുമ്പോൾ, കാരണം അവരൊരു കുട്ടിയെ പോലെയാണ്. ആ കുട്ടി സംബന്ധിച്ചിട്ട് അവിടുന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും മടി കാണിക്കരുത്. അവിടെ ഹെൽപ്പ് കൃത്യമായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് എന്നാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം കാരണം സ്റ്റാർട്ടിങ് പീരീഡ് ഒരുപാട് മിസ്റ്റേക്സുകൾ നമ്മൾക്ക് സംഭവിക്കും. അത് സാധാരണയാണ്. പക്ഷെ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നതല്ല ശരിക്കും ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആ മിസ്റ്റേക്കിൽ നിന്നും പഠിക്കാതിരിക്കുന്നതാണ്. ഇപ്പം ഞാനൊരു കോൾ ചെയ്തു, പക്ഷെ അതെനിക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കസ്റ്റമർ പോയി. നെക്സ്റ്റ് ടൈം ഇതേപോലത്തെ കസ്റ്റമർ കിട്ടുമ്പോൾ ഇതേപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് എന്ത് ചെയ്യും? തെറ്റിതിരുത്തി സംസാരിക്കാൻ നോക്കുക. അതിന് ഓരോ തവണ തെറ്റിതിരുത്തി വരുമ്പോഴാണ് നിങ്ങൾ പെർഫെക്ഷൻ അവസ്ഥയിൽ പോകുന്നത്. ഈ പറയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ടേക്ക് എ ടൈം. രണ്ടാമെന്ന് പറയുന്നത് ഒബ്സർവേഷൻ പീരീഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമതെന്ന് പറയുന്നത് ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. നാലാമതെന്ന് പറയുന്നത് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സീക്ക് ഹെൽപ്പാണ്. ഈ 4 പോയിന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ വർക്കിന് കയറുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. താങ്ക് യു.